ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ സ്കൂൾ തുറക്കലാണ്. ജൂൺ 1. ഇതാണ് എൻ്റെ ഡ്രസ്സ്. പിന്നെ ഗായ്സ്, എൻ്റെ ബാഗ് ഇതാണ്. ഞാൻ നാളെ പുതിയ ബാഗ് നിങ്ങൾക്ക് കാണിക്കാം. ഇന്ന് കൊണ്ടുപോകുമ്പോൾ ഈ ബാഗേ ഞാൻ കൊണ്ടുവന്നിരുന്നു. മുടിയെല്ലാം കെട്ടിയിട്ട് സുന്ദരിയാവാം. ബാ സെറ്റ്. നമുക്ക് നാളെ ഒരു വ്ളോഗ് എടുത്താലോ എന്ന് പറഞ്ഞിട്ടാ നിച്ചു നല്ല കടന്നുറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ആയിക്കോട്ടേന്ന്. ഇന്ന് പോരാത്തതിനോട് 1ാം ക്ലാസ്സിലേക്ക് പോവാണ്. അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് നമ്മളതൊന്നും എടുക്കാൻ നിന്നില്ല. നേരെ സ്കൂളിലേക്ക് വിട്ടു. ഞാൻ 1 തൊട്ട് 7 വരെ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് നിച്ചും പഠിക്കുന്നത്. പക്ഷെ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരൊന്നും അവളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ആടുത്തെ LKG UKG ടീച്ചർമാർക്ക് എന്നെ നല്ലോണം അറിയാം. ആടെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആടുത്തെ എല്ലാവരും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പിള്ളേരായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും കുഞ്ഞി ചോട്ടാ പിള്ളേഴ്സാണ്. എല്ലാം 7 വരെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ പ്രയറൊക്കെ ചൊല്ലുമ്പോൾ കുറേ നൊസ്റ്റ അടിച്ചു. ഞാനൊക്കെ പണ്ട് പ്രയർ ടീമിൽ ഉണ്ടായതാണ്. ഏറ്റവും പ്രധാനമൊരു കാര്യമാണ് ഈ പ്രസംഗം കേട്ടിരിക്കൽ. പ്രസംഗം കേട്ടിരിക്കാണ്ടിരിക്കാനും കഴിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെല്ലാം കേട്ടിട്ട് ഞാനവിടെ കുറച്ച് സമയം ഇരുന്നു. അതിനുശേഷം പിന്നെ പിള്ളേർക്കെല്ലാം ഓരോ സ്പോൺസേഴ്സ് എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ നിച്ചുവിന് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുടയും പിന്നെ ബുക്ക്, കളർ പേപ്പർ, ക്രയോൺസ് എല്ലാം ചേർന്നൊരു ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ ഓരോരോ പുതിയ വരുന്ന കുട്ടികൾക്കും ഓരോരോ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്ന സാധനമൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവർ ഫോട്ടോ ബൂത്തൊക്കെ ഉണ്ടാക്കി അതിൽ ഫോട്ടോ ഒക്കെ എടുത്ത്. അരീ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട് 7 കൊല്ലമായി എന്നൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്ന് പോയ സമയത്ത് പഠിപ്പിച്ച ടീച്ചർമാർ ഇല്ലെങ്കിൽ പോലും അവിടുത്തെ ഓർമ്മകളും എല്ലാം കൂടി ഒരു നൊസ്റ്റടിച്ച് കളഞ്ഞു. നമ്മൾ സ്കൂളിലെത്തി. പ്രവേശനോത്സവത്തിന് പിന്നെ ആയിരുന്നു നിച്ചുവിൻ്റെ ഒറ്റത്തരം കച്ചറയായിരുന്നു. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഉണ്ടോ ഗൈസ് അങ്ങനെ ഈ തറക്കുന്ന കുപ്പായിലിട്ടെങ്കിൽ ഊരാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഞാൻ കുറച്ച് ഫിച്ചക്കെല്ലാം എടുത്ത് ഞാൻ അവിടെ തന്നെ ഇരുന്ന്. പിന്നെ അവിടെ വിശിഷ്ടാതിഥിയായിട്ട് വന്ന ഒരു ചേട്ടൻ പാട്ടൊക്കെ പാടി. അങ്ങനെ പിള്ളേരെല്ലാം ഫുൾ എൻജോയ്മെൻ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. ആദ്യം കുഞ്ഞൊന്നും അനങ്ങാണ്ടിരുന്ന്, പിന്നെ ഒക്കെ മനസ്സിലായി ഓളെ കൂട്ടത്ത് വന്നല്ലാന്ന്. പിന്നെ ഓൾ കരയാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ നാട്ടിൽ എപ്പോഴും എന്തായാലും ഈ ഒരു പാട്ട് ഏടെങ്ങായിട്ട് ഉണ്ടാവാറുണ്ട് ഏത് പരിപാടിക്കും. പാട്ടിൻ്റെ ചെറിയ ക്ലിപ്പേ കിട്ടിയിട്ടില്ലോ. എന്തായാലും നിങ്ങൾക്ക് പാട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരൊടിക്കുക ഒരു ഡാൻസെല്ലാം ഉണ്ടായി, അതെല്ലാം കണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് 1ാം ക്ലാസ്സിൽ പോയിരുന്നു. പിന്നെ കുറച്ച് സമയം ഞാനൊരു 1ാം ക്ലാസ് ലോകത്തിൻ്റെ കൂടെ ആയിരുന്നു. അവർ പറഞ്ഞു, വാ ചേച്ചി നമുക്ക് ഫോട്ടോ എടുക്കാം, റീലെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെ കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവരെക്കാട്ടിയും കച്ചറയായി ഞാൻ. അങ്ങനെ എന്നെ ഇവിടെ അല്ലെങ്കിൽ പാരൻസൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ വലിയ വലിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് എന്നെ ഇവർ പറഞ്ഞ് ഞങ്ങൾ ഡാൻസ് കളിക്കാം, വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ്. പിന്നെ ടീച്ചർ വരുമ്പോൾ എല്ലാവരും പോയി സീറ്റിലിരുന്ന്. പിന്നെ എനിക്ക് എന്തോ ബോറടിക്കാൻ തുടങ്ങി. ഇവരെല്ലാം പോയി അടങ്ങിയിരുന്നിട്ടാകുമ്പം അത് കഴിഞ്ഞ് തന്നെ ടീച്ചർ പോയപ്പോൾ അതാ തുടങ്ങി ഇവിടെ. എൻ്റെ അതിനകത്തായതുകൊണ്ട് പറയല്ല, നിച്ചു വളരെ അച്ചടക്കമുള്ള കുട്ടിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് തന്നെ മീറ്റിംഗ് ഉണ്ടായി. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അമ്മയുടെ എക്സ്പ്രഷൻ ആരും മൈൻഡ് ആക്കണ്ടായി. ഇവർക്ക് ഇരുന്ന് ഫോൺ വെക്കാനായിട്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ബൈ.